ദൈവനാമത്തിന് പിന്നെ ഈ മഹത്വം കരയറ്റുന്നു. ഒരു പുതിയ അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 12-ാം അധ്യായം. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നു. 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടി. 1-ാമത്തെ ഭാഗം 7-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ വിവാഹം എന്ന വിഷയം നാം പഠിച്ചു. 2-ാമത്തെ വിഷയം അതിന്റെ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വിഗ്രഹാർപ്പിതം സംബന്ധിച്ച ഉപദേശം എന്ന വിഷയം. 3-ാമത്തെ വിഷയം അതിന്റെ 11-ാമത്തെ അധ്യായം ക്രിസ്തീയ ആരാധനയോടനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന വിഷയം. ഈ 3 ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ ആത്മിക വരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 12-ാം അധ്യായത്തിൽ നിന്നാണ്. 12-ാമത്തെ അധ്യായത്തിൽ കൃപാവരങ്ങൾ നമ്മുടെ മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിക്കുന്നു. ഈ അധ്യായത്തെ നമുക്ക് 3ആയിട്ട് വിഭാഗിച്ച് പഠിക്കാം. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. 1-ാം ഭാഗം ആത്മാവിനെ വിവേചിക്കുന്ന മാനദണ്ഡം. 2-ാം ഭാഗം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൃപാവരങ്ങളുടെ വൈരുദ്ധ്യം എന്ന വിഷയം. അതിന്റെ 3-ാം ഭാഗം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഏക ശരീരവും വിവിധ അവയവങ്ങളും. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ്. 1 Corinthians chapter 12 verse 1 to 3. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ. 12, 13, 14 അധ്യായങ്ങൾ കൃപാവരങ്ങളെയും അവയുടെ ഉപയോഗങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്നവയാണ്. കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള കൃപാവരങ്ങൾ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം കൊരിന്ത്യർ ബന്ധപ്പെട്ടു. ഇന്നത്തേതിന് സമാനമായിട്ടുള്ള ഒരു കാലമെന്ന് തന്നെ പറയാം. കൂടുതൽ കൃപാവരങ്ങൾ പ്രദർശിപ്പിക്കുവാൻ കൊരിന്ത്യ സഭയിലുള്ളവർ ബന്ധപ്പെട്ടു. അവയുള്ളവർ, ഈ കൃപാവരങ്ങൾ ഉള്ളവർ കൂടുതൽ ആത്മീയരാണെന്ന് അവർ ചിന്തിച്ചു. കൂടുതൽ കൃപാവരങ്ങൾ ഉള്ളവർ കൂടുതൽ ആത്മീയരാ. അങ്ങനെ ക്രിസ്തുവിനെ വിട്ട് കൃപാവരങ്ങളുടെ വഴിക്ക് പോയി. അവസാനം തന്ന ആളിനെ മറന്നുപോയി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടുകയാണ് സർവപ്രധാനമെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. സകലത്തിലും ഉപരിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങുകയാ പ്രധാനം. അത് പൗലോസ് ഈ അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നു. ആത്മീക വരങ്ങളെല്ലാം, ഒരു മനുഷ്യന് ലഭിച്ച ആത്മീക വരങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്ന ഉരകലിൽ ഉരച്ചു നോക്കണം. ആഫ്രിക്കയിൽ പോയപ്പോ കിട്ടി, ഇന്നാൾ തലയെ കൈവച്ചപ്പോൾ കിട്ടി. കിട്ടിയതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ കിട്ടിയതെല്ലാം ക്രിസ്തുവാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കണം. നമുക്ക് ലഭിച്ച കൃപാവരങ്ങളുടെ ഉപയോഗം ക്രിസ്തുവിനെതിരാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളവയല്ല.
സിമ്പിളാണ്. ലഭിച്ച കൃപാവരങ്ങൾ ക്രിസ്തുവിനെതിരാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളവയല്ല. ഈ ബന്ധത്തിൽ കൊരിന്ത്യ സഭയുടെ തെറ്റുകൾ തിരുത്തുകയും ക്രമീകരണം നിർദ്ദേശിക്കുകയുമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്തിൽ. നമ്മൾ പഠിക്കുന്ന 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ നമ്മുടെ മുൻപിൽ പൗലോസ് അവതരിപ്പിക്കുന്നു. 13-ാം അധ്യായത്തിൽ അവയെ സമഞ്ജസമായിട്ട് പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായത് സ്നേഹമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഈ സമഞ്ജസം എന്നുള്ള വാക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിച്ച, കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം കൂടിച്ചേർന്ന് എന്നാണ്. അതായത് 7 വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് ഒരു മഴവില്ലുണ്ടാകുന്നത് പോലെ. ആ നിറങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് അത് ഇരുന്നാലേ മഴവില്ലാകത്തുള്ളൂ. അതിനൊരു ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അല്ലേ? അത് അതിന്റെ ഓർഡറിൽ ഇരുന്നാലേ അത് മഴവില്ലാകത്തുള്ളൂ. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ ഈ കൃപാവരങ്ങളെല്ലാം കൂടിച്ചേർന്ന് പ്രാവർത്തികമാക്കാൻ ആവശ്യമായത് സ്നേഹമാണെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നു. സഭയിൽ കൃപാവരമുണ്ടെന്ന് അവകാശപ്പെടുന്ന 10 പേർക്ക് തമ്മിൽ സ്നേഹമില്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ നാമം ഉയർത്തുന്നതാണോ? പത്ത് കൃപാവരമുള്ളവര് തമ്മിൽ സ്നേഹമില്ലെങ്കിൽ അവരുടെ കൃപാവരങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം ഉയർത്തുന്നതായിരിക്കുമോ? ഒരു കൃപാവരമുള്ള 2 പേരുണ്ടെങ്കിൽ അതിലും പ്രശ്നമാണ്. 2 പ്രവാചകന്മാർ ഒരു സഭയിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്. ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായത് സ്നേഹമാണെന്ന് പൗലോസ് 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ പ്രവർത്തനത്തിൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. 12-ാം അധ്യായത്തിൽ ആത്മാവ് കൃപാവരങ്ങളുടെ ഉറവിടവും ശക്തിയും അധികാരിയുമാണെങ്കിലും 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ ലഭിച്ചയാളാണ് അതിന്റെ ഉപയോഗത്തിന് മുഴുവൻ ഉത്തരവാദി എന്നും തെളിയിക്കുന്നു. പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. 12-ാം അധ്യായത്തിൽ ആത്മാവാണ് കൃപാവരങ്ങളുടെ ഉറവിടവും ശക്തിയും അധികാരിയും എന്ന് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ ലഭിച്ചയാളാണ് അതിന്റെ ഉപയോഗത്തിന്റെ മുഴുവൻ ഉത്തരവാദി എന്നും പൗലോസ് വെളിപ്പെടുത്തുന്നു. തന്നത് ആത്മാവാ, പക്ഷെ കൃപാവരങ്ങൾ ലഭിച്ച ആളാണ് അതിന്റെ ഉപയോഗത്തിന്റെ മുഴുവൻ ഉത്തരവാദിയും. പ്രവാചകന്മാരൊക്കെയും തങ്ങൾ പറയുന്ന ദൂത് ശ്രദ്ധിക്കുക. പറയുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അത് പറയുന്നവനാ. ഇതുവല്ലോ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നേ? പണ്ട് ജോജി പാസ്റ്റർ ഇവിടെ വന്ന സമയത്ത് ഖോർഫക്കാനിലേക്ക് പോകാൻ വണ്ടി കയറി ബസ്സില്. പുള്ളി ടീഷർട്ടും താടിയൊക്കെ വളർത്തിയതുകൊണ്ട് പാസ്റ്റർ ആണെന്ന് പെട്ടെന്ന് ആരും കണ്ടാൽ മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ
ഇപ്പൊ ഷാർജയില് ഓക്കെ, നമ്മള് നേരത്തെ ഇവിടെ ഒരുപാട് ആളുകൾ വിസിറ്റിൽ വരുമായിരുന്നല്ലോ. അപ്പൊ കുറച്ച് ആളുകൾ കയറി കൂടെ, ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നവരാ, 3-4 പേര്. അപ്പൊ അവര് തമ്മിൽ പറയുകയാണ്, ഇവിടെ സഭയിൽ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രവചനം പറയണം. മെസ്സേജ് കഴിഞ്ഞ് 2-3 പ്രവചനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത മീറ്റിംഗ് കിട്ടുകയില്ല. എന്നിട്ട് ഒരാളോട് പറയുകയാണ്, ഒരാള് പറഞ്ഞു എനിക്ക് പ്രവചനപരമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും അങ്ങ് പറഞ്ഞിട്ട് പോയാ നമ്മളങ്ങ് പോവില്ലയോ. നമ്മൾ 3 മാസം കഴിയുമ്പോൾ നമ്മളങ്ങ് പോകത്തില്ലേ? പൈസയും കൊടുത്തിട്ട് നമ്മൾ പോകുന്ന വഴി ശരിയായിട്ടുള്ള വഴിയാണോ? എന്തുവാ നമ്മൾ കേൾക്കുന്നത്, എന്തുവാ പറയുന്നത്? മനുഷ്യരെ തെറ്റിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ദൈവം നിന്നെ UP-യിലേക്ക് അയക്കാൻ പോകുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ദൂത് വല്ലതും കേട്ടിട്ടുണ്ടോ? UP-യെ US ആക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ചെറിയ ചുനുപ്പ് മതി താഴെ. ആ സ്ഥലത്തോട്ട് ആരെങ്കിലും പോവോ? UP-യിലോട്ട് മതപരിവർത്തന നിരോധന നിയമമുള്ള സ്ഥലം, ബീഫ് കിട്ടാത്ത സ്ഥലം, ബീഫ് കൈവച്ച തല്ലിക്കൊല്ലുന്ന സ്ഥലം. UP-യുടെ പേര് പറഞ്ഞാൽ പറയുന്ന ആളിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ഈ കേട്ടവന്റെ മൂഡ് അന്നേരെ പോവും. ആ തല്ലിക്കൊല്ലുന്ന സ്ഥലത്തേക്ക് വിടുന്ന കാര്യം പറയാനാണോ ഇയാൾ വന്നതെന്ന് മനസ്സിൽ ചിന്തിക്കും. കൊടുക്കണമെന്ന് വിചാരിച്ചത് പോലും കൊടുക്കേണ്ടെന്ന് കരുതും. മഞ്ഞ് പെയ്യുന്ന നാടിനെ കുറിച്ച് പറഞ്ഞാൽ ഈ വന്ന ആളിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? അതിന് പുള്ളി പറയും, US പോലൊരു കാഴ്ച എന്നെ ദൈവം കാണിക്കുന്നു. ആ ടോണൊക്കെ ശ്രദ്ധിച്ചോണം, പറയുന്നതും ശ്രദ്ധിച്ചോണം. US പോലൊരു കാഴ്ച. US അല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. US പോലൊരു കാഴ്ച. 3 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒന്ന്, പ്രവാചകൻ കള്ളം പറഞ്ഞില്ല. ഈ വെള്ളെഴുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ വായിക്കുന്നതിലുള്ള പ്രശ്നം ഉണ്ടാകും, അല്ലേ? UP-ന്ന് ദൈവം എഴുതി കാണിച്ചത് ചിലപ്പോൾ വെള്ളെഴുത്തുണ്ടെങ്കിൽ US എന്ന് വായിക്കും. രണ്ടാമത്, അത് കേട്ടവന് സന്തോഷമായി. കാരണം അവൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ കേട്ടത്. ഈ US എന്ന് പറഞ്ഞപ്പോഴേ അവൻ ആത്മാവിലായി. പിന്നെ പറഞ്ഞത് കേട്ടില്ല. പോലിരിക്കുന്നെന്ന് പറഞ്ഞതൊന്നും കേൾക്കാനുള്ള സമയമില്ല. അന്നേരം മൂന്നാമത്, പ്രവാചകന് സന്തോഷമായി. കാരണം പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാശ് കിട്ടി. ഇതാണ് പ്രൊഫഷണൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. പാവം പിടിച്ച ദേവദാസന്മാര് പറഞ്ഞാലൊന്നും അവരുള്ള കാര്യങ്ങൾ സത്യമായിട്ട് പറയും. ഞാൻ പറഞ്ഞു വന്നത്, കൃപാവരങ്ങൾ ലഭിച്ച ആളാണ് അതിന്റെ ഉപയോഗത്തിന് മുഴുവൻ ഉത്തരവാദി. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ശുശ്രൂഷ ചെയ്താൽ കുറച്ചുകാലം ഓടും, എന്നാൽ അധികകാലം ഓടാൻ തക്കവണ്ണം ദൈവം സമ്മതിക്കത്തില്ല.
ഒത്തിരി സോ കോൾഡ് പ്രവാചകന്മാർ ഷെഡിലായി പോയില്ലേ? എന്താ അവരുടെ പ്രവചനം വരെ നിന്നുപോയെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? പ്രവചനവരം ലഭിച്ച അനേക പ്രവാചകന്മാരുടെ പ്രവചന ശുശ്രൂഷ നിന്നു പോകാനുള്ള കാരണം എന്താ? പലപ്പോഴും ദൈവം പറയുന്നതല്ല സംസാരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ അവർ ദൈവിക ശബ്ദത്തിന് കാതോർത്തു, ദൈവം പറയുന്നത് അതുപോലെ സംസാരിച്ചു, ജനത്തിന് കൊടുത്തു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ റൂട്ട് മാറി. പണത്തിന് പ്രാമുഖ്യം കൊടുത്തപ്പോൾ കൊടുക്കുന്ന ദൂതും അതേ നിലയിലേക്ക് മാറി. ദൈവം പറയാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞു. ഈ പറയുന്നത് സംഭവിക്കത്തുമില്ല. അവസാനം ജനം തന്നെ അവരെ മാറ്റി നിർത്തും. കാരണം 10 പേരോട് പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ അവര് തന്നെ പറയും, അയ്യോ പുള്ളിയുടെ അടുക്കിലോട്ട് പോയല്ലേ, ഞാനും കേട്ടതാ ഒരു ഒന്നും നടന്നില്ല. കേട്ടിട്ടില്ലേ പറയുന്നത്? പലരും ഷെഡിലായി പോയിട്ടുണ്ട്. സ്തോത്രം. ഇതിന്റെ ഒന്നാമത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ്. അത് ആത്മാവിനെ വിവേചിക്കുന്ന മാനദണ്ഡം എന്ന വിഷയം. അതിന്റെ ഒന്നാമത്തെ വാക്യം, വേഴ്സ് 1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ അപ്പോസ്തലനായ പൗലോസിന്റെ മറ്റൊരു സംബോധന. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച്. ആത്മീക വരങ്ങൾ സ്വാഭാവിക കഴിവുകളല്ല, അത് ദൈവാത്മാവ് നൽകുന്ന പ്രത്യേക കൃപാദാനമാണ്. കൃപാവരങ്ങളുള്ള ചില ആളുകളെ ശ്രദ്ധിച്ചാല് ഇവർക്ക് ജനിച്ചപ്പോഴേ ഇത് കിട്ടിയതാണെന്ന് ഉള്ള രീതിയിൽ അവര് പലപ്പോഴും ഇടപെടുന്നത്. ഇത് സ്വാഭാവിക കഴിവുകളല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന പ്രത്യേക കൃപാദാനമാണ്. നാം വായിച്ചു, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പല കാര്യങ്ങളും പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഇതോടുള്ള ബന്ധത്തിൽ. ഒരു വേദഭാഗം വായിച്ചിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 5. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുന്ന് വായിക്കുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 10-ാം അധ്യായം പഠിച്ചതാണല്ലോ ഇസ്രായേൽ ജനത്തെ അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത്. ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. രണ്ടാമതൊരു വേദഭാഗം കൂടി, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 Thessalonians chapter 4 verse 13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിദ്ര കൊള്ളുന്നവർ ഒരിക്കൽ അവരെ നാം വീണ്ടും കാണുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. മടങ്ങി വരുന്നു 1-ാം വാക്യത്തിലേക്ക്. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച്. ഇവിടെ ആത്മീക വരങ്ങൾ എന്നതിനുള്ള കരിസ്മ എന്ന പദമല്ല,
ന്യൂമാറ്റിക്കോൺ എന്നതാണ് മൂലഭാഷയിലുള്ളത്. PNEUMATIKON. ഈ പദമാണ് മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ആത്മീകന്മാർ, ആത്മീക കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ആത്മീകത്വം എന്നും അർത്ഥം പറയാം. ഈ അർത്ഥത്തിൽ പറയട്ടെ, കൊരിന്ത്യർ ആത്മീകതയെപ്പറ്റി പുറജാതീയമായ ധാരണകളുള്ളവരായിരുന്നു. അവർ കടന്നു വന്നത് പുറജാതീയ സംസ്കാരത്തിൽ നിന്ന്. ആ സംസ്കാരത്തിൽ ദേവന്മാരുമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ഇടപെടലിന്റെ തെളിവായിട്ട് ഹർഷോന്മത്തമായ അനുഭവങ്ങൾ പരിഗണിച്ചു വന്നു. ഹർഷോന്മത്തം എന്ന് പറഞ്ഞാല് സന്തോഷം വരുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ജാതീയമായ ആരാധനകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവര് അപസ്മാരത്തെ അല്ലെങ്കിൽ എപ്പിലെപ്സി, അതിനെ ദിവ്യരോഗമെന്ന് വിളിച്ചു. ഒരുവൻ അപസ്മാരം മൂർച്ഛിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിറ്റ്സ് വരുമ്പോൾ ദേവത അവനെ പിടിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. നമ്മൾ വെളിച്ചപ്പാടിനെ കണ്ടിട്ടുണ്ടല്ലോ. ഈ വെളിച്ചപ്പാടുണ്ടാക്കുന്ന ഒച്ചപ്പാടും ശബ്ദവും ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ട് പുരോഹിതന്മാർ വ്യാഖ്യാനിച്ചു വന്നു ജാതീയാചാരത്തിൽ. ഈ കൊരിന്ത്യർ ജാതീയ അനുഭവത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോഴും ഇതുപോലുള്ള ഭാഷണം കൊരിന്ത്യരെ ആകർഷിച്ചു. അത് സംസാരിക്കുന്നവന്റെ ആത്മീയതയുടെ തെളിവായിട്ട് പരിഗണിക്കുകയും ചെയ്തു. ഇവര് വന്ന ബാക്ക്ഗ്രൗണ്ട് ജാതീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇതുപോലുള്ള വെളിച്ചപ്പാടുകൾ തുള്ളുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള ആലോചനയാണെന്ന് അവര് വിശ്വസിച്ചിരുന്ന കൂട്ടത്തിലാണ്. ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഇതുപോലുള്ള പരിപാടികൾ കൊരിന്ത്യരെ ആകർഷിച്ചു. അത് ദൈവത്തിൽ നിന്നുള്ളവയാണെന്ന് അവർ വിശ്വസിച്ചു. അത് സംസാരിക്കുന്നവന്റെ ആത്മീയതയുടെ തെളിവായിട്ട് അവർ കരുതി. ഇന്ന് വെളിച്ചപ്പാടിനെ പോലെ വാളെടുത്ത് തുള്ളുന്നില്ലെങ്കിലും മറ്റു പലതും എടുക്കാറുണ്ട്, കസേര അടക്കം. ഈ വെളിച്ചപ്പാടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന പല സഹോദരങ്ങൾക്കും ദൈവസഭയിൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷ കാണുമ്പോൾ ആത്മീയതയുടെ തെളിവായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം ഇവരിത് കണ്ടു വളർന്നവരാ, ഇത് കണ്ട് ശീലിച്ചവരാ, ഇപ്രകാരം ആരാധിച്ചവരാ. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന പല സഹോദരങ്ങൾക്കും ദൈവസഭയിലുള്ള ഇത്തരത്തിലുള്ള ശുശ്രൂഷ കാണുമ്പോൾ അത് ആത്മീയതയുടെ തെളിവായിട്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. ഞാൻ പറയുന്നത് കൊറോണ വരുന്നതിന് മുമ്പുള്ള കാര്യം. സ്തോത്രം. ഇതൊക്കെ ഒരുപാട് അങ്ങ് കൂടിയത് കൊണ്ടായിരിക്കും ജനം വീട്ടിലിരുന്ന് ആരാധിക്കാൻ ദൈവം തീരുമാനിച്ചു. കുറച്ച് സമാധാനം ഉണ്ടല്ലോ. രണ്ടാം വാക്യം.
നിങ്ങൾ ജാതികൾ ആയിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു. അതായത് ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ വഴിതെറ്റിപ്പോക പതിവായിരുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം എടുത്താട്ട് 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 2 Peter chapter 3 verse 17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം ഇത് മുമ്പ് കൂട്ടി അറിഞ്ഞു. അതുകൊണ്ട് തന്നെ നാം പലരുടെയും വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട്, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. സ്വന്തം സ്ഥിരത. നമുക്കൊരു സ്ഥിരതയുണ്ടല്ലോ. ദൈവം നമ്മെ വിളിച്ചു. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, ഞാൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനാണ്, ദൈവിക മാർഗത്തിൽ ജീവിക്കുന്നവനാണ്. നമുക്കൊരു സ്ഥിരതയുണ്ടല്ലോ. ആ സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾക്കുന്നതെല്ലാം സത്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃപാവരങ്ങൾ ഉരകല്ലാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒന്ന് തട്ടിച്ചു നോക്കണം, ഒന്ന് ശോധന ചെയ്ത് നോക്കണം, ഇത് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്നുള്ളത്. സ്തോത്രം. അത് നമുക്കറിയാൻ പറ്റും. അതിനായിട്ട് നാം വിവേചന വരം പ്രാപിക്കണം. ഈ പറയുന്ന ആളുകള്, ഈ ദൂതുകൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് നാം ശോധന ചെയ്യണം, അല്ലെങ്കിൽ നാം പെട്ടുപോകും. ഇവിടെ നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ, കൊരിന്ത്യരിൽ ഭൂരിപക്ഷവും ജാതികളായിരുന്നു. പ്രവൃത്തിയുള്ള പുസ്തകം എന്ന് എടുത്താട്ട് 18-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. Acts chapter 18 verse 5 to 8. ശീലാസും തിമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. സ്തോത്രം. ഇത് പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്തിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. യഹൂദന്മാർ സുവിശേഷം നിരാകരിച്ചപ്പോൾ പൗലോസ് ജാതികളിലേക്ക് തിരിഞ്ഞു. അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ദൈവസഭയുടെ ഭാഗമായി. ഞാൻ പറഞ്ഞത് കൊരിന്ത്യരിൽ ഭൂരിപക്ഷവും ജാതികളായിരുന്നു. അവർക്ക് പരിചിതമായ ആരാധനയെ കുറിച്ചാണ് ഇപ്പോൾ പൗലോസ് സൂചിപ്പിക്കുന്നത്. ഇത് അവർക്ക് എഴുതിയ എഴുത്ത. സ്തോത്രം. ജാതീയ ആരാധനകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹർഷോന്മാദത്തിനും വികാരാവേശത്തിനും അനിയന്ത്രിതമായിട്ടുള്ള സ്ഥാനം നൽകിയിരുന്നു. അവരാരാധിക്കുന്നവരുടെ
ഈ സന്തോഷം വന്ന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. വികാരാവേശം. ആരാധനയെല്ലാം നമ്മുടെ വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇതൊക്കെയും ദുരാത്മാവിന്റെ വ്യാപാരത്താലാണ് നടന്നത്. സ്തോത്രം. ഇന്നത്തെ സഭകളിലും രണ്ട് നിലകളിലുള്ള ആരാധന വെളിപ്പെടാറുണ്ട്. ഒന്നാമത്തേത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആരാധന. രണ്ടാമത്തേത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ആരാധന. അതിനകത്തിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ചിലത് പറയാം. വചനവിരുദ്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിൽ ഉൾപ്പെടും. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ആരാധനയുടെ കാര്യം ഞാൻ പറയുന്നത്. വചനവിരുദ്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ ഇതിൽ ഉൾപ്പെടും. സ്ത്രീകൾ മൂടുപടമിടാതെ ദൈവത്തെ ആരാധിച്ചാൽ, പുരുഷന്മാർ മൂടുപടം ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ അത് വചനവിരുദ്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതാണ്. രണ്ടാമത് ജഡത്തിന്റെ ആരാധന ഇതിൽ ഉൾപ്പെടും. മൂടനുസരിച്ച് ആരാധന. ആരോട് വഴക്കിട്ടാലും അത് റിഫ്ലക്ട് ചെയ്യുന്ന സ്ഥലമാണ് ദൈവസഭ. ഭാര്യയോട് വഴക്കിട്ടാലും, ഭർത്താവിനോട് വഴക്കിട്ടാലും, ഓഫീസിൽ വഴക്കിട്ടാലും ഇതൊക്കെ കാണിക്കുന്നത് ദൈവസഭയില. വീട്ടിൽ വഴക്കിട്ടിട്ട് ഓഫീസിൽ പോയിട്ട് മൂഡ് കാണിച്ചാൽ അവര് മൂഡ് നോക്കി ചവിട്ടി പുറത്താക്കും. ചെയ്യുമോ ആരെങ്കിലും? എന്ത് പ്രശ്നം നമുക്കുണ്ടായാലും ഓഫീസിൽ വളരെ ആക്റ്റീവ് അല്ലേ? എന്തെങ്കിലും ജോലി നമ്മൾ പെൻഡിങ് വെക്കുവോ? അത് നമ്മൾ പുറത്ത് കാണിക്കുവോ ബോസിന്റെ മുൻപില്? ദൈവസഭയെ വന്നിരിക്കട്ടെ, അയ്യോ അത് പ്രത്യക്ഷമാണ്. നമുക്കന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ? ദൈവം സ്നേഹവാനായതുകൊണ്ടാ, ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. ഓഫീസിലെ ബോസിന്റെ അടുക്ക പറ്റാത്ത കാര്യം നമ്മൾ കൃപായുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. പഴയ നിയമകാലത്ത് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഈ പരിപാടികൾ വല്ലതും നടക്കുമായിരുന്നോ? ഉടനടി റിസൾട്ട് ഉണ്ടായിരുന്നു. പുതിയ നിയമസഭയിൽ നാം കൃപായുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണ തെറ്റാണ്. ജഡത്തിന്റെ ആരാധന ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ആരാധനയാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരെയും കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. സാത്താന്യ ആരാധന ഇതിൽ ഉൾപ്പെടും. തകിടും കെട്ടി ശുശ്രൂഷിക്കുന്നവനും ഇതിൽ ഉൾപ്പെടും. അവന്റെ വർഷിപ്പ് നിന്റെ വർഷിപ്പിനെക്കാട്ടിലും ഭയങ്കരമായിരിക്കും. അവൻ ദൂതും പറയും. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇന്നത്തെ സഭകളിലും രണ്ട് നിലയിലുള്ള ആരാധന വെളിപ്പെടാറുണ്ട്. ഒന്ന്, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആരാധന. രണ്ട്, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ആരാധന. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കൂട്ടത്തിലുള്ളതാ. ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിച്ചു,
നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. ഊമ വിഗ്രഹങ്ങൾ എന്നറിയാതെ അതിന്റെ അടുക്കിലേക്ക് വഴിതെറ്റി പോകുന്ന ജനം. സങ്കീർത്തന പുസ്തകം 115 അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. Psalms 115 verse 4 to 7. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, അത് മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനൊരു ദൈവം? കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പോലും പ്രതികരിക്കത്തില്ല. ഇനി പുള്ളിയെ വേണമെങ്കിൽ പോലീസിനെ വിളിക്കണം. ശരിയല്ലേ? രണ്ടാമതൊരു വേദഭാഗം ഇതേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത് 135 അധ്യായം അതിന്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിലും ഇതേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. Psalms 135 15 to 18. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. മൂന്നാമതൊരു വേദഭാഗം കൂടി വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 18-19 വേദഭാഗങ്ങൾ. ഹബക്കൂക്ക് chapter 2 verse 18 and 19. പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ, അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ, അതിനാലോ എന്ത് പ്രയോജനം ഉള്ളൂ? മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നതിന് അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടും ഇല്ലല്ലോ. സ്തോത്രം. ഇവിടെ പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ, അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ, അതിനാലോ എന്തു പ്രയോജനമുള്ളൂ? മരത്തോട് പറയുന്നു ഉണരുക, ഊമക്കല്ലിനോട് പറയുന്നു എഴുന്നേൽക്ക. ഇത് പറയുന്നവൻ അയ്യോ കഷ്ടമെന്ന്. അത് ഉപദേശിക്കുമോ? ദൈവമാണ് എന്തേലും പറയണ്ടേ? എന്തെങ്കിലും ഉപദേശം അത് തരുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടുമില്ലല്ലോ. പിന്നെന്തിനാ അതിനെ ആരാധിക്കുന്നത്? ഊമ വിഗ്രഹങ്ങൾ എന്നറിയാതെ അതിന്റെ അടുക്കലേക്ക് വഴിതെറ്റിപ്പോകുന്ന ജനം. 3-ാം വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു.
ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവർ ആരും യേശു ശപിക്കപ്പെട്ടവൻ. അനതീമ എന്ന വാക്ക് ശപിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ശാപഗ്രസ്തൻ എന്നർത്ഥം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 വേദഭാഗങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 verse 13 and 14. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ നാം വായിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആവർത്തന പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നു. 21-ാം അധ്യായം അതിന്റെ 22, 23 വേദഭാഗങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 21 verse 22 and 23. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. സ്തോത്രം. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട്, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, അവൻ പാപം ചെയ്യാത്തവനായിരുന്നു, അവൻ പാപം അറിയാത്തവനായിരുന്നു. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മൾ പാടാറുണ്ടല്ലോ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മാനുവേലേ ദൈവജാതാ, നിനക്കീ വേദന വരുത്തി വച്ചതി നീചൻ ഞാനയ്യോ, നിനക്കീ വേദന വരുത്തി വച്ചതി നീചൻ ഞാനയ്യോ. യേശു നമുക്ക് വേണ്ടി ശാപമായി. അവൻ പാപമില്ലാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു, പാപം അറിയാത്തവനായിരുന്നു. സ്തോത്രം. ഇവിടെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ യേശുവിനെ മരത്തിൽ തൂക്കിയത് അവൻ പാപം ചെയ്തിട്ടല്ല, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിന്റെ വ്യാപാരത്തിന് വിധേയനായ ഒരുവൻ യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല ഒരിക്കലും. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമം അനുസരിച്ച് ആരാണ് ശപിക്കപ്പെട്ടവൻ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 1 Corinthians chapter 16 verse 22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ.
ശാപം പൊട്ടിക്കാനൊന്നും എങ്ങും പോണ്ട. കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. കർത്താവിനെ സ്നേഹിക്കാത്തവനാ ശപിക്കപ്പെട്ടവൻ. രണ്ടാമതൊരു വാക്യം കൂടി പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-9 വേദഭാഗങ്ങൾ. ഗലീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 8 and 9. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പകൽക്കാലം നമ്മൾ ഈ വേദഭാഗം ചിന്തിച്ച, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, ഈ പറയുന്ന ആള് തന്നെ ചിലപ്പോൾ മാറ്റി പറയും. അതിന് പോലും ഒരു വകുപ്പ് കൊടുക്കുന്നില്ല പൗലോസ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, പിന്നെ ഞങ്ങൾ ഇത് വന്ന് മാറ്റി പറഞ്ഞാലും സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ആരാ ശപിക്കപ്പെട്ടവൻ? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാ. 1. 2, നാം കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും നമ്മളോട് മറ്റൊരു സുവിശേഷം അറിയിച്ചാൽ അവനും ശപിക്കപ്പെട്ടവനാ. മടങ്ങി വരുന്ന 3-ാം വാക്യത്തിലേക്ക്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ യേശുവിന്റെ ദൈവത്വത്തെയും കർത്തൃത്വത്തെയും ഏറ്റുപറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. 1 John chapter 4 verse 1 to 3. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു വായിക്കുന്നു. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് എത്ര വലിയ യഹോവ സാക്ഷിയായാലും യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളവയല്ല എന്ന് വചനം നമ്മോട് പറയുന്നു. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവത്രേ. ഇതിലും വലിയ പ്രൂഫ് വേണോ? രണ്ടാമതൊരു വേദഭാഗം വായിച്ചിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 10 verse 9. എല്ലാവർക്കും കാണാൻ അറിയാവുന്ന ഭാഗമല്ലേ? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക, അതാണ് നമ്മുടെ വിഷയം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നാം ചിന്തിച്ചു, കൊരിന്ത്യർ
മുൻപായിരുന്ന ജാതീയ പശ്ചാത്തലത്തിൽ ഈ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയിരുന്നതായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പൗലോസ് അവർക്കൊരു പരിശോധന നൽകുകയാണ് ഈ ഭാഗത്ത്. അവരുടെ ഇടയിലുണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർ അവരുടെ ദർശനങ്ങളും അവരുടെ വെളിപ്പാടുകളും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെട്ടു. അവരുടെ ഇടയിൽ ഒരുപാട് ദുരുപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. അവർ കണ്ട ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവരെ പഠിപ്പിച്ചു. എന്നാൽ യേശുവിന്റെ മനുഷ്യത്വം അവർ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ക്രൂശിന്റെ സന്ദേശത്തോട് അവർക്ക് വെറുപ്പുണ്ടായി. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച്. 1 Corinthians chapter 1. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതിയർക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിന്റെ ക്രൂശിന്റെ സന്ദേശത്തോട് ഈ കൊരിന്തിലുണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർക്ക് അവർക്ക് വെറുപ്പായിരുന്നു. ഇവിടെ നാം വായിച്ചു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ചില ഡോക്ട്രിൻസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ യേശുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചിരുന്നു. ഒരു എക്സാമ്പിൾ പറയാം, ഡോസറ്റിസം. എന്താണ് ഡോസറ്റിസം? DOCETISM. It was a so-called Christian doctrine. ഒരു ക്രിസ്ത്യൻ ഡോക്ട്രിൻ ആണെന്നത് അവകാശപ്പെട്ടു. Affirming that Christ did not have a real or natural body. ക്രിസ്തുവിന് റിയൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശരീരമില്ല എന്ന് അവകാശപ്പെട്ടു. ഡ്യൂറിങ് ഹിസ് ലൈഫ് ഓൺ എർത്ത്, അദ്ദേഹം ഭൂമിയിലായിരുന്നു, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിന് റിയൽ ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നില്ല എന്ന് അവകാശപ്പെട്ട സിദ്ധാന്തം. ബട്ട് ഓൺലി ആൻ അപ്പാരന്റ് ഓർ ഫാന്റം വൺ, അതായത് പുറമേ കാണുന്ന ഒരു മായാ രൂപമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നതെന്ന് പഠിപ്പിച്ച ഒരു സിദ്ധാന്തം. ഇത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതാണ്. യോഹന്നാൻ ഇതിനുള്ള മറുപടിയും തന്നിട്ടുണ്ട്. നമ്മളത് കുറച്ചു മുമ്പ് വായിക്കുകയും ചെയ്തു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. 1 John chapter 4 verse 1 to 3. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങൾ മതി.
ഇവിടെ നാം വായിക്കുന്നു, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരിക്കൽ കഷ്ടത അനുഭവിച്ച യേശു കർത്താവിനെ അംഗീകരിക്കുന്നത്, യേശു ഈ ഭൂമിയിൽ വന്ന് കഷ്ടം അനുഭവിച്ചു. അവനെ കർത്താവാണെന്ന് അംഗീകരിക്കുന്നത് കൊരിന്ത്യർക്ക് പ്രയാസമായിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസികൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശു കർത്താവ് എന്ന് പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശു ശപിക്കപ്പെട്ടവൻ. ഈ ശൈലിക്ക് 4 മുഖങ്ങളുണ്ട്. 4 നിലകളിൽ നമുക്കിതിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഒന്നാമതായിട്ട്, ഇത് യഹൂദന്മാർ ഉപയോഗിച്ചു വന്നു ഈ പ്രയോഗം. സിനഗോഗിലെ പ്രാർത്ഥനയിൽ വിശ്വാസത്യാഗികളെ അവർ ശപിച്ചു വന്നു. സിനഗോഗിൽ അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഹൂദ വിശ്വാസം ത്യജിച്ച ആളുകളെ അവർ ശപിച്ചു വന്നു. ആ ഗണത്തിൽ യേശുവിനെയും അവർ ഉൾപ്പെടുത്തി. കാരണം ക്രിസ്ത്യാനികൾ ആരാധിച്ച ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങിയവനായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് യഹൂദ ന്യായ പ്രമാണം രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനഗോഗിലെ പ്രാർത്ഥനയിൽ വിശ്വാസത്യാഗികളെ അവർ ശപിച്ചു വന്നു. ആ ഗണത്തിൽ അവർ യേശുവിനെയും ഉൾപ്പെടുത്തി. രണ്ടാമതായിട്ട്, ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ട മതാനുസാരികളെ ഈ ശാപം ഉച്ചരിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാർ നിർബന്ധിക്കുമായിരുന്നു. ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ട മതാനുസാരികളെ ഈ ശാപം ഉച്ചരിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാർ നിർബന്ധിക്കുമായിരുന്നു. നമുക്ക് അതിന്റെ പ്രൂഫ് അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം എടുത്താട്ട് 26-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 26 verse 11. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇത് പൗലോസ് തന്നെ ചെയ്ത കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ ക്രിസ്തു സഭയെ പീഡിപ്പിച്ചതിനെ കുറിച്ച് അഗ്രിപ്പ രാജാവോട് പറയുമ്പോൾ ക്രിസ്തുവിന്റെ നാമം ദുഷിക്കുവാൻ വിശ്വാസികളെ നിർബന്ധിച്ചതായിട്ട് പറയുന്നു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ക്രിസ്തു സഭയെ പീഡിപ്പിച്ചതിനെ കുറിച്ച് അഗ്രിപ്പ രാജാവിനോട് പറയുന്ന വാക്കുകളായത്. സിനഗോഗിൽ തുടരണമെങ്കിൽ യേശു ക്രിസ്തുവിന്മേൽ ഈ ശാപം ഉച്ചരിക്കണം എന്നുള്ളത് ഒരു വ്യവസ്ഥ ആയിരിക്കാം. ഇവര് ചിലപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ടാകും, തിരിച്ച് വീണ്ടും സിനഗോഗിൽ ചെല്ലുന്ന ഇത് പറയണമായിരിക്കും. ഇന്ന് സംഭവിക്കുന്ന കാര്യമല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ. സ്തോത്രം. അപ്പോൾ
രണ്ടാമത് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ട മതാനുസാരികളെ ഈ ശാപം ഉച്ചരിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാർ നിർബന്ധിക്കുമായിരുന്നു. മൂന്നാമതായിട്ട്, തീവ്രമായിട്ടുള്ള പീഡനത്തിന്റെ നാളുകളിൽ ക്രിസ്തുവിനെ ശപിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്ത്യാനികൾ നിർബന്ധിതരായി. പീഡനത്തിന്റെ നാളുകളിൽ ക്രിസ്തുവിനെ ശപിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം പല ഭക്തന്മാരും നിർബന്ധിതരായി. ട്രാജൻ ചക്രവർത്തിയുടെ നാളുകളിൽ ക്രിസ്ത്യാനിയാണെന്ന് കുറ്റം ചുമത്തപ്പെട്ടാൽ ഒരാൾ ക്രിസ്തുവിനെ ശപിക്കണമായിരുന്നു. ഒരുവന്റെ മേൽ ക്രിസ്ത്യാനിയാണെന്നുള്ള കുറ്റം ചുമത്തപ്പെട്ടാൽ ഈ ട്രാജൻ ചക്രവർത്തിയുടെ നാളുകളിൽ അവൻ യേശുവിനെ ശപിക്കണം. AD 156 സ്മുർണയിലെ ബിഷപ്പായ പോളികാർപ്പ്, എല്ലാവർക്കും അറിയാവുന്ന പേരാണല്ലോ, അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ദുഷിച്ചു പറഞ്ഞ് സീസറിന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്: കഴിഞ്ഞ 86 വർഷം ഞാൻ ക്രിസ്തുവിനെ സേവിച്ചു. അദ്ദേഹം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച ആ രാജാവിനെ ഞാൻ എങ്ങനെ ദുഷിച്ചു പറയും? 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നീ ക്രിസ്തുവിനെ തള്ളി പറയുക അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ പോളികാർപ്പ് രക്തസാക്ഷിയായി. അപ്പോൾ തീവ്രമായിട്ടുള്ള പീഡനം നടന്ന നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ശപിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ സേവിച്ച ആളുകൾ നിർബന്ധിതരായി. നാലാമതായിട്ട്, ദൈവസഭയിൽ തന്നെ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഭ്രാന്തമായ ഉന്മാദത്തോടെ വിളിച്ചു പറയുവാൻ ചിലർ ധൈര്യപ്പെട്ടു. ഈ ആവേശം കയറുന്ന എന്തും പറയും. അത് ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ചിലർ അവകാശപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിനെതിരായിട്ട് അങ്ങനെ ഒരു വാക്ക് പറയുവാനോ അത് ആത്മാവിന്റെ സ്വാധീനതയിലാണെന്ന് പറയുവാനോ ആർക്കും സാധ്യമല്ല എന്ന് പൗലോസ് ഈ വാക്യത്തിൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. 3-ാം വാക്യം, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. യേശു കർത്താവ്, ഇത് ആദിമ സഭയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ ഇപ്പൊ വായിച്ച ഒരു വേദഭാഗമാണ്. ഒരിക്കൽ കൂടി, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇവിടുന്ന് വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും. യേശു കർത്താവ് എന്നത് ആദിമ സഭയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 11. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കർത്താവ് എന്നതിന്റെ മൂലപദം കുറിയോസ് ആണ്. KURIOS. പള്ളിയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത കർത്താവ് എന്നതിന്റെ മൂലപദം കുറിയോസ് എന്നാണ്. ഇത് റോമൻ ചക്രവർത്തിയുടെ ഔദ്യോഗിക നാമമായിരുന്നു.
സീസറാണ് കർത്താവ്, സീസർ ഈസ് ദ ലോർഡ്, അല്ലെങ്കിൽ സീസർ ഈസ് ദ കുരിയോസ് എന്ന് ഏറ്റുപറയിക്കുവാൻ തക്കവണ്ണം അന്ന് ക്രിസ്ത്യാനികളെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ യേശുവാണ് കർത്താവ് എന്നൊരാൾ ഏറ്റുപറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാല് സീസറിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? സീസർ ഈസ് ദ കുരിയോസ്, സീസർ ഈസ് ദ ലോർഡ് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന ഒരു കാലത്ത് യേശുവാണ് എന്റെ കർത്താവ് എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ യേശുവിന് പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനം അവൻ കൊടുക്കുകയാണ്. പരമോന്നതമായിട്ടുള്ള ഒരു ആരാധന യേശുവിന് അവൻ കൊടുക്കുകയാണ്. സീസറിന് ഇത് സഹിക്കുമോ? ഇന്ന് വരെ ജനം സീസർ ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു ഭരണാധിപനും സഹിക്കില്ല. ഇതിന് തടയിടുവാൻ തക്കവണ്ണം സീസറും പല കാലഘട്ടങ്ങളിലായിട്ട് പല ഭരണകൂടങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. എന്നാല് അടിച്ചമർത്തുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും വളർന്നു പന്തലിച്ച ഒരു മതമായി ക്രിസ്തീയ സഭ വളർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. യേശു നമ്മുടെ കർത്താവാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. യേശു നമ്മുടെ നാഥനാണ്. യേശു നമ്മുടെ കർത്താവാണ്. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ യേശു നമ്മുടെ കർത്തൃത്വം നടത്തിയില്ലെങ്കിൽ ആ കർത്തൃസന്നിധിയിൽ നാം കാണുകയില്ല. വല്ലവരും നമ്മുടെ കർത്തൃത്വം നടത്തിയാൽ കർത്താവിരിക്കുന്നിടത്ത് നമുക്ക് പോകാമെന്നുള്ള ചിന്ത വേണ്ട. യേശു നമ്മുടെ കർത്തൃത്വം നടത്തട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ സകല വിഷയങ്ങളിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അവൻ നമ്മുടെ കർത്താവായി തുടരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.